ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോട്ടി ഫ്രൈ ആണ്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ കടുകിട്ടു. കടുക് പൊട്ടി വന്ന ശേഷം കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇട്ട് ചുമ്മാ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അന്നേരം അത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് പൊടികൾ ഐറ്റംസ് എല്ലാം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല എല്ലാം ഒന്ന് ചെറുതായി ചൂടായി വന്ന ശേഷം കുരുമുളക് പൊടി ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കും. ഒന്ന് ചൂടായി വന്നാൽ മതി. നല്ലതായിട്ട് ചൂടായി വന്ന ശേഷം നമുക്കതിലോട്ട് ശകലം ഉപ്പും കൂടെ ഞാനിടുന്നുണ്ട്. ഉപ്പും കൊണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പോട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് വഴറ്റി വെച്ച് ഉള്ളിയും മസാലപ്പൊടിയും എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയ ശേഷം അതൊരു കുക്കറിലോട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് മസാല എല്ലാം പിടിക്കുന്ന പോലെ നല്ലതായിട്ട് ഇളക്കി വെച്ച് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. ഒരു 2-3 വിസിൽ വന്ന ശേഷം ശകലം വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ച് വയ്ക്കുക. അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് തേങ്ങ നേരത്തെ ഇടേണ്ടതായിരുന്നു. തേങ്ങ എണ്ണ ഒഴിച്ച് ശകലം തേങ്ങ കൊത്തിട്ടിട്ട് വഴറ്റി ആ വെന്ത് വെച്ചേക്കുന്ന പൂട്ടി അതിലോട്ട് ഇടുക. കുറച്ച് നേരം അതിനകത്തോട്ടൊന്ന് ഫ്രൈ ആയി വരണം. ആ വെള്ളമെല്ലാം വറ്റി മസാലയെല്ലാം നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നല്ലതായിട്ട് ഫ്രൈ ആയിട്ടൊരു ബ്ലാക്ക് കളറിലായി വരും. അന്നേരം നമുക്കത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാം. ഇതിൻ്റെ കൂടെ കപ്പയും പോട്ടിയാണ് ഞങ്ങളിന്ന് കഴിക്കാൻ പോകുന്നത്. നമുക്ക് ആമയ്ക്ക് കൊടുക്കാം. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ആമയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ബായ്.